ഒരിക്കലും സംഭവിക്കരുത് എന്ന് ആഗ്രഹിച്ചതൊക്കെ ഇന്ത്യയിൽ നടക്കുകയാണ്. സ്വാതന്ത്ര്യ ദിനത്തിൽ മാംസഭക്ഷണം സമ്പൂർണ്ണമായി നിരോധിക്കുകയാണ് മഹാരാഷ്ട്രയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഏകാദശിക്കും അഷ്ടമിക്കും നവമിക്കുമൊക്കെ മതപരമായ വികാരം പറഞ്ഞ് മുമ്പ് നിരോധനം പതിവുണ്ട്. സ്വാതന്ത്ര്യ ദിനത്തെ കൂടി വെജിറ്റേറിയൻ ആക്കുന്നത് പക്ഷേ എല്ലാ സങ്കല്പങ്ങൾക്കും അപ്പുറത്താണ്. രാജ്യം സ്വതന്ത്രയായ ദിവസം ആഗ്രഹിക്കുന്നതെല്ലാം കഴിച്ച് ജനത സന്തോഷത്തോടെ ജീവിക്കേണ്ടതാണ്. അതിനു പകരം ഭക്ഷണ സ്വാതന്ത്ര്യം എടുത്തു കളയുകയാണ് മഹാരാഷ്ട്രയിലെ കല്യാണും മാലേഗാവും സംഭാജി നഗറും ജൽഗാവും നാഗ്പൂരുമൊക്കെ. സ്വാതന്ത്ര്യ ദിനത്തെ മതപരവും ആചാരപരവുമായ ഒരു ദിനമാക്കി മാറ്റാനുള്ള നീക്കമാണ് നടക്കുന്നത്. സ്വാതന്ത്ര്യത്തെക്കുറിച്ചും റിപ്പബ്ലിക്കിനെക്കുറിച്ചുമുള്ള എല്ലാ സ്വപ്നങ്ങളുമാണ് ഇവിടെ തകർന്നടിയുന്നത്. നാനാജാതി മതസ്ഥർ ജീവിക്കുന്ന രാജ്യത്ത് ഹിന്ദു മതത്തിന്റെ ചിട്ടകൾ മാത്രം അടിച്ചേൽപ്പിക്കുകയാണ്. അതും സ്വാതന്ത്ര്യ ദിനം പോലെ ജനതയ്ക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസത്തിൽ. സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു സ്വാതന്ത്ര്യ ദിനത്തെ ശുദ്ധ വെജിറ്റേറിയൻ ആക്കുമ്പോൾ. ആരുടെ വികാരം വ്രണപ്പെട്ടിട്ടാണ് സ്വാതന്ത്ര്യ ദിനത്തെ വെജിറ്റേറിയൻ ആക്കുന്നത്? ഗാന്ധി ജയന്തിക്ക് മദ്യവിൽപ്പന നിരോധിക്കുന്നത് പോലെയാണോ സ്വാതന്ത്ര്യ ദിനത്തിൽ മാംസവിൽപ്പന തടയുന്നത്? രണ്ടും തമ്മിലുള്ള അജഗജാന്തരം മഹാരാഷ്ട്ര മുഖ്യമന്ത്രിക്ക് മനസ്സിലാകാത്തതാണോ? മനസ്സിലായില്ല എന്ന് നടിക്കുന്നതാണോ? മഹാരാഷ്ട്രയിൽ 1988 ഇറങ്ങിയ ഒരു സർക്കാർ ഉത്തരവിൽ മാംസവിൽപ്പന തടയണം എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. അത് പക്ഷേ ഒരു കാലത്തും നിർബന്ധപൂർവം നടപ്പിലാക്കിയിരുന്നില്ല. ഈ വർഷമാണ് വിവിധ നഗരസഭകൾ അത് ഏറ്റെടുത്തതും കടകളെല്ലാം പൂട്ടാൻ ഉത്തരവിട്ടതും. ഒരു ദിവസത്തേക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഭക്ഷണശീലങ്ങളിൽ കൈകടത്താൻ സർക്കാരിന് കഴിയുമോ? നൊബേൽ ജേത്രി ഹാൻ കാങ്ങിന്റെ വെജിറ്റേറിയൻ എന്ന നോവലുണ്ട്. ഒരു സ്വപ്നത്തെ തുടർന്ന് സ്വയം വെജിറ്റേറിയൻ ആണെന്ന് പ്രഖ്യാപിക്കുന്ന വീട്ടമ്മയുടെ കഥയാണത്. സ്വയം വെജിറ്റേറിയൻ ആണെന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, വീട്ടിൽ ഒരിക്കലും നോൺ വെജിറ്റേറിയൻ കയറ്റാനും പാടില്ലെന്ന് തീരുമാനിക്കുകയാണ്. ആ തീരുമാനം കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാക്കുന്ന ഉലച്ചിൽ വലിയ വലിയ രാഷ്ട്രങ്ങളിലെ ഏകാധിപതിമാരുടെ സ്വഭാവ വിശേഷങ്ങളിലേക്ക് വരെ വിരൽ ചൂണ്ടുന്നുണ്ട്. അതിന് സമാനമാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ ഇനി ആരും നോൺ വെജിറ്റേറിയൻ കഴിക്കരുത് എന്ന ഉത്തരവ്. മനുഷ്യജന്മത്തിന്റെ ഏറ്റവും സഹജമായ സ്വാതന്ത്ര്യമാണ് ഭക്ഷണ സ്വാതന്ത്ര്യം. ഇഷ്ടമുള്ളതെന്തും കഴിക്കാനും ഇഷ്ടമുള്ളത് മാത്രം കഴിക്കാനും ജീവികളായി പിറന്നവർക്ക് ലഭിക്കുന്ന അവകാശമാണത്. കടുവയും സിംഹവും മാംസം മാത്രം കഴിക്കുകയും ആനയും കാണ്ടാമൃഗവും സസ്യഭക്ഷണം മാത്രം കഴിക്കുകയും ചെയ്യുന്നത് ഈ ശീലത്തിന്റെ ഭാഗമാണ്. അത്തരമൊരു സ്വാതന്ത്ര്യമാണ് മഹാരാഷ്ട്രയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനതയ്ക്കും അടിയറ വയ്ക്കേണ്ടി വരുന്നത്. നമുക്കുള്ളത് സ്വാതന്ത്ര്യ ദിനാചരണം അല്ല, സ്വാതന്ത്ര്യ ദിനാഘോഷമാണ്. അതൊരു സെലിബ്രേഷനാണ്, ആഘോഷിക്കലാണ്. നമുക്ക് ഉത്സവം തന്നെയാണ്. ആ ദിനത്തിൽ എന്തു കഴിക്കണമെന്നും പാടില്ലെന്നും നഗരസഭകൾ തീരുമാനിക്കുന്നതാണ് ഏറ്റവും അസ്വാഭാവികമായ കാര്യം. ഏകാദശിക്കും മഹാവീർ ജയന്തിക്കുമൊക്കെ അങ്ങനെ വ്രതമെടുക്കുന്നവർക്ക് വെജിറ്റേറിയൻ ആകാം. അല്ലാതെ അതിൻ്റെ പേരിൽ മുഴുവൻ ജനതയും വെജിറ്റേറിയൻ ആകേണ്ടതില്ല. ശബരിമല മണ്ഡലകാലത്ത് കേരളത്തിൽ മാംസഭക്ഷണം ആരും കഴിക്കരുത് എന്ന് പറയാൻ കഴിയില്ല. റമദാനിൽ നോമ്പെടുക്കുന്നത് ഇസ്ലാമിക വിശ്വാസികൾ മാത്രമാണ്. പീഡാനുഭവ സ്മരണയിൽ നോമ്പെടുക്കുന്നത് ക്രൈസ്തവർ മാത്രമാണ്. അത്തരം ചിട്ടകളൊക്കെ അതത് ആളുകൾക്ക് മാത്രമാണ് ബാധകമാകുന്നത്. സ്വാതന്ത്ര്യ ദിനത്തിന് മതപരമായോ വിശ്വാസപരമായോ ഒരു പ്രാധാന്യവുമില്ല. സ്വാതന്ത്ര്യം വിശ്വാസമല്ല, ഒരു സത്യമാണ്. ആ സത്യത്തെയാണ് ആഘോഷിക്കുന്നത്. അതിന് വിഘാതമായി ഒരു തരത്തിലുള്ള ചിട്ടകളും വരാൻ പാടുള്ളതല്ല. അല്ലെങ്കിൽ തന്നെ സ്വാതന്ത്ര്യ ദിനത്തിൽ മാംസഭക്ഷണം നിരോധിച്ച് എന്തു സന്ദേശമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്? RSSന്റെ നേതൃത്വത്തിൽ രാജ്യമെങ്ങും വ്യാപിപ്പിക്കാൻ നോക്കുന്ന ഭാരത് മാതാ സങ്കല്പമുണ്ട്. കാവിക്കൊടിയേന്തിയ അനുഗമിക്കാൻ സിംഹമുള്ള ഭാരത് മാതാവാണത്. ഇന്ത്യയുടെ ജനാധിപത്യവുമായോ സ്വാതന്ത്ര്യവുമായോ ആ ഭാരത് മാതാവിന് ഒരു ബന്ധവുമില്ല. RSS ശാഖകളിൽ പീഠത്തിലിരുത്തി ആരാധിക്കുന്നത് ഈ രൂപത്തെയാണ്. ഇത് ആരാധനാമൂർത്തിയാക്കി മാറ്റുന്നത് RSS താൽപര്യം നടത്താൻ മാത്രമാണ്. ഭാരത് മാതാ ആരാധനാമൂർത്തിയാകുന്നത് പോലെയാണ് സ്വാതന്ത്ര്യ ദിനത്തെ വെജിറ്റേറിയൻ ദിനമാക്കുന്നതും. 142 കോടി പിന്നിട്ട ഈ ജനസഞ്ചയത്തിൽ 70% നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവരാണ്. വെറും 30% താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ കൂടി വെജിറ്റേറിയൻ ആകേണ്ടി വരുന്നത്. ഈ കണക്ക് പോലും ശരിയല്ല എന്നാണ് വിശദമായ പഠനം നടത്തിയ ആന്ത്രപ്പോളജിസ്റ്റ് ബാലമുരളി നടരാജൻ പറയുന്നത്. സമ്മർദ്ദത്തിന്റെ ഫലമായി പെരുപ്പിച്ചു കാണിക്കുന്നതാണ് 30% വെജിറ്റേറിയൻ ആണെന്ന വാദമെന്നാണ്
ബാലമുരളിയുടെ പഠനത്തിൽ തെളിഞ്ഞത്. 20% കൂടുതൽ ആളുകൾ വെജിറ്റേറിയൻ ആയി ഇന്ത്യയിൽ ഉണ്ടാകില്ല എന്നാണ് ബാലമുരളി വാദിക്കുന്നത്. മറ്റു ചില പഠനങ്ങളിൽ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്നവർ 10% പോലും ഉണ്ടാകില്ല എന്നും പറയുന്നു. അങ്ങനെ വന്നാൽ ജനസംഖ്യയുടെ 80-90% അവഗണിച്ചുകൊണ്ടാണ് ഇത്തരം വെജിറ്റേറിയൻ ഉത്തരവുകൾ പുറത്തു വരുന്നത്. തന്നെയുമല്ല, ഉയർന്ന വരുമാനക്കാരായ കുറേ ആളുകളുടെ വീടുകൾ മാത്രമാണ് പൂർണ്ണ വെജിറ്റേറിയനായി കണ്ടെത്താനും കഴിഞ്ഞിട്ടുള്ളത്. താഴെത്തട്ടിലുള്ളവർ ഏതാണ്ട് പൂർണ്ണമായും നോൺ വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്നവരാണ്. ദരിദ്ര വിഭാഗത്തിന് നിലനിൽപ്പിനാവശ്യമായ ഊർജം നൽകുന്നത് മാംസഭക്ഷണമാണ്. വലിയ നഗരങ്ങളിൽ മുംബൈയിൽ 18%, ചെന്നൈയിൽ 6%, കൊൽക്കത്തയിൽ 4% മാത്രമാണ് വെജിറ്റേറിയൻ കഴിക്കുന്നവരുള്ളത്. വെജിറ്റേറിയന്മാർ നിറയെ ഉണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഡൽഹിയിൽ പോലും അവരുടെ എണ്ണം 30%-ൽ കൂടുതലില്ല എന്നാണ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പറയുന്നത്. നിരോധിക്കപ്പെട്ട സംസ്ഥാനങ്ങളിൽ പോലും ബീഫ് തേടിപ്പോകുന്നവരുണ്ട്. അവർക്കത് ലഭിക്കുന്നുമുണ്ട്. ഇന്ത്യയുടെ സംസ്കാരത്തിൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം അത്രയേറെ ഇഴുകിച്ചേർന്നതാണ്. അങ്ങനെ ജീവന്റെ ഭാഗമായ മാംസഭക്ഷണത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഒഴിവാക്കാൻ നിർദ്ദേശിക്കുന്നതിലും വലിയ കളങ്കം വേറെയില്ല. മഹാപാപം എന്ന് വിളിക്കേണ്ടത് ഇത്തരം പ്രവൃത്തികളെയാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ചില നഗരങ്ങളിലും ഹൈദരാബാദിലുമൊക്കെ വന്നുകഴിഞ്ഞ ഈ ഉത്തരവ് ഭാവിയിൽ രാജ്യം മുഴുവൻ എത്തിയേക്കും. അതോടെ ഒരു ജനത ലോകത്തിനു മുന്നിൽ അപഹാസ്യരാവുകയാണ് അക്ഷരാർത്ഥത്തിൽ ചെയ്യുന്നത്. നമ്മൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് സ്വദേശീയമായ വസ്ത്രം ധരിക്കുന്നതിനും സ്വദേശീയമായ ഭക്ഷണം കഴിക്കുന്നതിനുമാണ്. ആ പരമമായ സ്വാതന്ത്ര്യത്തെയാണ് ജനതയ്ക്ക് അടിയറ വയ്ക്കേണ്ടി വരുന്നത്. സ്വാതന്ത്ര്യ ദിനത്തെ പച്ചക്കറിയാക്കുന്നതിലും ഭേദം ജനതയോട് പട്ടിണി കിടക്കാൻ പറയുന്നതാണ്. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.